السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ജിസ്മിൽ നിന്നും റൂഹിൽ നിന്നും സമുന്നയിപ്പിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജിസ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, റൂഹ് എന്നാൽ ആത്മാവ്. ഈ രണ്ട് കാര്യങ്ങളെ സമുന്നയിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ ആലമുദ്ദുനിയയിൽ ജീവിക്കേണ്ടി വരും. ആലമുദ്ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം. ഇതിന് ദാറുൽ അമല് എന്നാണ് പറയുന്നത്. മനുഷ്യന് പ്രവർത്തിക്കാനും കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവസരം. രണ്ടാമതായി അല്ലാഹു ഇത് കഴിഞ്ഞിട്ടൊരു ലോകത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ദാറുൽ ഇന്തിളാർ എന്നാണ് ആ ലോകത്തിന് പറയുന്നത്. ബർസഖിയായ ജീവിതം, ഖബറിലെ ജീവിതം. കാരണം മനുഷ്യൻ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് പാരത്രിക ലോകത്തിനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു ഇടവേള. അതുകൊണ്ടാണ് ദാറുൽ ഇന്തിളാർ, പാരത്രിക ലോകത്തെ പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന ലോകം. അത് കഴിഞ്ഞാൽ പിന്നീട് പാരത്രിക ലോകമായി, അതിനെക്കുറിച്ച് ദാറുൽ ഖറാർ എന്നാണ് പറയപ്പെടുന്നത്. എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു ലോകം. ഈ മൂന്ന് ലോകത്തും മനുഷ്യന്റെ ഈ രണ്ട് കണ്ടന്റുകൾ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുന്നയിപ്പിച്ചിരിക്കുന്ന ശരീരവും ആത്മാവും ഏത് നിലയിലാണ് പ്രതിഫലിക്കുന്നത്? ഈ ഭൗതിക ലോകത്ത് കൂടുതലായി മുന്നിൽ നിൽക്കുന്നത് മനുഷ്യന്റെ ശരീരമായിരിക്കും. റൂഹ് ആ ശരീരത്തിന്റെ പിന്നാലെ സഞ്ചരിക്കും. ഭൗതിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സുഖങ്ങളും ആഡംബരങ്ങളും അതുപോലെ കഷ്ടതകളും വേദനകളും തിന്നുന്നത് ശരീരമാണ്. എന്നാൽ ആലമുൽ ബർസഖിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് പാരത്രിക ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഖബറിന്റെ ജീവിതം,
ഇവിടെ മുന്തി നിൽക്കുന്നത് റൂഹാണ്. ശരീരം അതിന്റെ പിന്നാലെയായിരിക്കും. റൂഹാണ് നന്മയുടെ പ്രതിഫലം അനുഭവിക്കുന്നത്, തിന്മയുടെ കെടുതി അനുഭവിക്കുന്നത്. പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനും ഒരേ നിലയിലുള്ള സ്ഥാനമാണ് നൽകുന്നത്. ശരീരവും ആത്മാവും നന്മയുടെയും തിന്മയുടെയും പ്രതിഫലവും ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. നന്മ പ്രവർത്തിച്ചു എങ്കിൽ തീർച്ചയായും ശരീരവും ആത്മാവും സ്വർഗത്തിൽ അതിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും. ഭൗതിക ലോകത്ത് തിന്മയാണ് പ്രവർത്തിച്ചത് എങ്കിൽ അതിന്റെ കെടുതി ശരീരവും ആത്മാവും നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതത്തെ കുറിച്ചാണ്. കാരണം മനുഷ്യൻ ഭൗതിക ലോകത്ത് നിന്ന് കഴിഞ്ഞു പോകുന്ന ഒരു ലോകമാണ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതം. ഈ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഹഖുൻ, യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് ഖബറിന്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് 5 രൂപങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒന്ന് ശർഈയായ രൂപം. ഈ ശർഈയായ രൂപത്തിലൂടെ എങ്ങനെയാണ് ഖബറിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? 3 രൂപത്തിൽ, ശർഈന്റെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശർഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഖുർആനും ഹദീസും, മറ്റ് സമൂഹങ്ങളെ അപേക്ഷിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങൾ, അവരുടെ പ്രവാചകന്മാർ, നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഇതാണ് ശർഈയായ തെളിവ് എന്ന് പറയുന്നത്. ഈ ശർഈയായ രീതിയിൽ നമുക്ക് ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ശർഈന്റെ രൂപത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? 3 രൂപത്തിൽ ശർഈ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ശഖ്സിയായ രൂപത്തിൽ, ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഖബറിന്റെ ജീവിതത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികൾ ആ രൂപത്തിൽ തന്നെ ഖബറിലെ ജീവിതം അനുഭവിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ ഒരു കൈ വെച്ചു, മറ്റേ കൈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ വെച്ചു. എന്നിട്ട് സഹാബിമാരെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, ഹാകദാ നുബഅതു, ഇങ്ങനെയായിരിക്കും ഞങ്ങൾ 3 പേരും പുനർജീവിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്താണ് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമായി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാളെ മഹ്ശറിൽ പുനർജീവിക്കുമ്പോൾ ഒരാൾ എന്റെ വലതുഭാഗത്തുണ്ടായിരിക്കും, മറ്റൊരാൾ എന്റെ ഇടതുഭാഗത്തുണ്ടായിരിക്കും. 2 പേരുടെയും തോളിൽ ഞാൻ കൈവച്ചിട്ടുണ്ടാവും. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ അടുത്തിരുന്ന ആൾക്കാരോട് സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടുകൂടി കാണുന്നത്, നിൽക്കുന്നത് കണ്ടപ്പോ ബാക്കിയുള്ളവർ ചോദിച്ചു, നിങ്ങൾ വല്ലാത്ത സന്തോഷവാനാണല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗദൻ നൽഖാ മുഹമ്മദൻ വഅസ്ഹാബ, നാളെ അല്ലാഹുവിന്റെ പ്രവാചകനെയും സഹാബിമാരെയും എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും. എന്തുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതകാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ ഒരു സുവിശേഷം അറിയിച്ചിട്ടുണ്ടാകും, മരിച്ചു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരനായിരിക്കും നിങ്ങൾ, എന്റെ സഹാബിമാരുടെയും കൂട്ടുകാരനായിരിക്കും നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഖബർ എന്ന് കേൾക്കുമ്പോൾ ഒരു ശ്മശാനയിലുള്ള കുഴിയിൽ അടക്കപ്പെടുക എന്ന് മാത്രമല്ല, ഏത് രൂപത്തിൽ മരിക്കുന്നയാളാണെങ്കിലും ശരി, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നയാളാണെങ്കിലും ശരി,
വിമാനത്തിൽ നിന്ന് കത്തിയമർന്ന് താഴേക്ക് ചാമ്പലായി ചാരമായി അകപ്പതിക്കുന്ന ജനാസയാണെങ്കിലും ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും ഖബറിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഫിർഔൻ കടലിൽ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ടയാളാണ്. അയാളുടെ ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നാരകീയമായ ശിക്ഷ അവനെ കാണിക്കപ്പെടും. ഈ അഗാധമായ ശിക്ഷയുടെ കേദാരമായ നരകത്തിലായിരിക്കും നീ പ്രവേശിക്കേണ്ടി വരിക എന്ന് അവന് ഭയപ്പാടുണ്ടാകത്തക്ക രീതിയിൽ നരകത്തിന്റെ ശിക്ഷ കാണിക്കപ്പെടും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബ് അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന أشد العذاب وحاق بآل فرعون سوء العذاب. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷയാണ് ഫിർഔനും അവന്റെ സംഘത്തിനും ഇറക്കി കൊടുത്തത്. അന്നാറു യുഅറദൂന അലൈഹാ, അവൻ താമസിക്കേണ്ടുന്ന നരകത്തെ കാണിക്കപ്പെടും. പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുന്ന ദിവസം അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അല്ലാഹു മാലാഖമാരോട് വിളിച്ചു പറയും, നിങ്ങൾ ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുക. ഇങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും ചില വ്യക്തികളുടെ ശിക്ഷയെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ചിലർക്ക് കിട്ടുന്ന പുണ്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി തബഖാത്തിയായ രൂപം. ചില അമലുകൾ ചെയ്യുന്നവർക്ക് ഖബറിന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം കിട്ടും. ചില തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന കെടുതി സംഭവിക്കും. ഉദാഹരണമായി ഖുർആൻ ശരീഫിൽ രക്തസാക്ഷികളുടെ ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച് ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم ألا خوف عليهم ولا هم يحزنون. ولا تحسبن الذين قتلوا في سبيل الله أمواتا. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കപ്പെടുന്നവരെ കുറിച്ച് മരിച്ചുപോയവരെ എന്ന് നിങ്ങൾ ഭാവിക്കരുത്. അവരവരുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് നൽകുന്ന ഔദാര്യം കൊണ്ട് സന്തുഷ്ടരായിരിക്കും. അവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരാത്തവരുടെ വിഷയത്തിൽ അവർ സന്തോഷവാന്മാരായിരിക്കും. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. അതായത് ഭൗതിക ലോകത്ത് അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അഹോരാത്രം പോരാടിയവർ അവര് രക്തസാക്ഷികളായില്ല. അവര് ഭൗതിക ലോകത്താണ്. അവർക്കും പേടിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ടുന്ന കാര്യമില്ല.
ശുഹദാക്കളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിച്ചു പോയിട്ടില്ല, അവരുടെ ശ്മശാനികളിലാണെങ്കിലും അവരുടെ ഖബറിടങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പാപങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ആ രണ്ടുപേരെയും ശിക്ഷിക്കപ്പെടുന്നതായി അറിയിക്കുകയുണ്ടായി. ഇന്നഹുമാ യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ. തീർച്ചയായും ഈ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഇവ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് എന്തെങ്കിലും ഗുരുതരമായ പാപങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല. നമ്മുടെ നോട്ടത്തിൽ ചെറിയ പാപമാണ് എങ്കിലും അതിന്റെ പ്രത്യാഘാതം വലുതാണ് എന്നാണ് നബിതങ്ങൾ പറഞ്ഞതിന്റെ സൂചന. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, അമ്മാ അഹദുഹുമാ ഫയംസി ബിന്നമീമ. ഈ രണ്ടുപേരിൽ ഒരാൾ നമീമത്തുകാരനായിരുന്നു, പരസ്പരം കൂട്ടിയടിപ്പിക്കുന്നതിന് വേണ്ടി ഏസരി പറഞ്ഞു നടന്നിരുന്നു. ഏസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ശത്രുതയുണ്ടാക്കുന്നതിന് അനിവാര്യമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. മറ്റേയാളാണ് എങ്കിൽ അയാൾ മൂത്രത്തിൽ നിന്ന് സൂക്ഷിക്കുന്നയാളായിരുന്നു. മൂത്രച്ചു കഴിഞ്ഞാൽ ശരിയായ ശുദ്ധീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടില്ലായിരുന്നു. ഇതിനെ തബഖാത്തി എന്നാ പറയുന്നത്. ചില നന്മകളുടെ പേരിൽ ഇന്ന കാര്യങ്ങൾ ഖബറിൽ അവർക്ക് കിട്ടും, ചില തിന്മയുടെ പേരിൽ ഇന്ന കെടുതി അനുഭവിക്കേണ്ടി വരും. മൂന്നാമതായി ശർഈയായി വിശദീകരിക്കപ്പെട്ടതിൽ കുല്ലിയാത്തി എന്ന് പറയും. മൊത്തത്തിൽ ഖബർ ശിക്ഷയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ അൽ ജാമി വസ്സഹീഹിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബാബു അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ വിശദീകരിക്കാൻ വേണ്ടി. സാധാരണയായി അഖീദയുടെ പണ്ഡിതന്മാരെ അദാബുൽ ഖബർ എന്ന് പറയുന്ന ഖബറിന്റെ ശിക്ഷ. എന്തുകൊണ്ടാണ്? ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് കൂടുതൽ. ഇന്ന് ലോകത്തുള്ള മനുഷ്യര് 800 കോടി, അതിൽ 600 കോടി കുഫാറുകൾ, 200 കോടി മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവര്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ വളരെ കുറവാണ്, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ വളരെ കൂടുതൽ. അതുകൊണ്ടാണ് അദാബുൽ ഖബർ എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നകും തുഫ്തനൂന ഫിൽ ഖുബൂരി കഫിത്നത്തി ദജ്ജാൽ. തീർച്ചയായും നിങ്ങൾ ദജ്ജാലിന്റെ ഫിത്ന പോലെ ഖബറിൽ വലിയ വലിയ ഫിത്നകൾ നേരിടേണ്ടി വരും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഖമറാത്തിൽ മൗതി ബാവൽ മലായികതു ബാസിതു ഐദിഹിം اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഈ ആയത്തിനെയും ഇമാം ബുഖാരി അലൈഹി റഹ്മ അദാബുൽ ഖബർ സാബിതാക്കാൻ വേണ്ടി അധ്യായത്തിൽ ഈ ആയത്തിനെ കൊണ്ടുവരികയാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഖമറാത്തിൽ മൗത്ത്. അക്രമകാരികളെ നീ കാണുന്ന സന്ദർഭം, ഫീ ഖമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളത്തിൽ. അക്രമകാരികളായ ആൾക്കാർ മരണവെപ്രാളം നേരിടുന്ന അവസ്ഥയിലായിരിക്കും. മരണത്തിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത അവർക്കുണ്ടാകും. മലക്കുകൾ അവരുടെ കരങ്ങളെ നീട്ടും. എന്നിട്ട് പറയും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പുറപ്പെടുവിക്കുക. മലക്കുകൾ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആത്മാവിനെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്. اليوم تجزون عذاب الهون
ഇന്നേ ദിവസം നിന്ദ്യതയുടെ ശിക്ഷ നിങ്ങളെ രുചിപ്പിക്കപ്പെടും. ഈ നിന്ദ്യതയുടെ ശിക്ഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇമാം ബുഖാരി പറയുന്നത് ഖബറിന്റെ ശിക്ഷയാണ്. ബിമാ തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ അന്യായമായത് നിങ്ങൾ പറഞ്ഞു. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അഹന്തയോടെ നിങ്ങൾ വ്യതിചലിച്ചിരുന്നവരായിരുന്നു. ഖബറിന്റെ ശിക്ഷയെ ശർഈയായ രൂപത്തിൽ, ഒന്ന് ശഖ്സിയായ രൂപത്തിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന പുണ്യങ്ങളും ശിക്ഷകളും ലളിതങ്ങളും ഖുർആൻ വിശദീകരിച്ചു. രണ്ട് തബഖാത്തിയായ രൂപത്തിൽ, ഒരു ചില നന്മകളുടെ പേരിൽ ഇന്ന പുണ്യം, ഒരു ചില തിന്മകളുടെ പേരിൽ ഇന്ന ഗതി. മൂന്നാമതായി കുല്ലിയായ രൂപത്തിൽ മൊത്തത്തിൽ ഖബർ ശിക്ഷയുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഖുർആനിക വചനങ്ങളും ഹദീസും. അപ്പോ ശർഈയായ രൂപത്തിൽ ഖബറിന്റെ ശിക്ഷ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. രണ്ടാമതായി അർറുഅയ സാലിഹ, സത്യസന്ധമായ സ്വപ്നത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശറാത്തു വറുഅയ സാലിഹ, നുബുവത്തിൽ നിന്ന് സത്യസന്ധമായ സ്വപ്നമല്ലാതെ മറ്റൊന്നും അവശേഷിച്ചിട്ടില്ല. നുബുവത്തിന്റെ 40-1 എന്നും 70-1 എന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ നല്ല സ്വപ്നത്തെ വിവരിച്ചിട്ടുണ്ട്. സ്വപ്നം അത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഖുർആനിൽ ഹദീസിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ സ്വപ്നത്തിലൂടെ ഖബറിന്റെ ശിക്ഷ നമുക്ക് ബോധ്യപ്പെടും. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് വഫാത്തായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മഹാൻ സ്വപ്നത്തിൽ കണ്ടു. മുഹമ്മദ് ബിൻ സീരീനോട് ചോദിച്ചു, ഖബറിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, അല്ലാഹു എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി, ഞാൻ നല്ല അവസ്ഥയിലാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹിന്റെ അവസ്ഥ എന്താണ്? മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, ഹസനുൽ ബസരിക്ക് എനിക്ക് എന്നെക്കാൾ 70 ഇരട്ടി സ്ഥാനം അല്ലാഹു കൂടുതൽ നൽകി. ചോദിച്ചയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹസനുൽ ബസരിയേക്കാൾ ഇൽമു കൂടുതൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഹസനുൽ ബസരിയേക്കാൾ അമൽ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. മുഹമ്മദ് ബിൻ സീരീൻ പറയുകയുണ്ടായി, ബിതൂലിൽ ഹുസ്ൻ, അദ്ദേഹം എപ്പോഴും ദുഃഖിതനായിരുന്നു. ആഖിറത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, ജനങ്ങളുടെ ദീനിയായ കുറവിന്റെ വിഷയത്തിൽ എപ്പോഴും ദുഃഖിതനായിരുന്നത് കൊണ്ട് അല്ലാഹു എന്നെക്കാൾ 70 മടങ്ങ് ദർജ കൂടുതൽ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയെന്ന് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അഹ്മദ് ബിൻ മഹ്മൂദ് ലബീദ് എന്നവർ പറയുകയാണ്, ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് വഫാത്തായി. അദ്ദേഹത്തിന് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹയോട് ചോദിച്ചു, അല്ലാഹ് നിങ്ങളോട് ഏത് നിലയിൽ പെരുമാറി? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് വാദിച്ചതിന്റെ പേരിൽ മുഅ്തസിലിയൻ സ്വാധീനമുണ്ടായിരുന്ന ഭരണകർത്താക്കൾ എന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. എന്റെ മുഖത്ത് ചാട്ടവാറ് കൊണ്ട് 70 വട്ടം അടിച്ചത് കൊണ്ട് 70 പാടുകൾ മുഖത്ത് പതിഞ്ഞിരുന്നു. അതിന് പകരമായി അല്ലാഹു പറയുകയുണ്ടായി, എന്റെ കലാമിന് പകരമായി ഭൗതിക ലോകത്ത് നിന്നെ വർദ്ധിക്കപ്പെട്ടു എങ്കിൽ ഏത് സമയത്തും എന്നെ ദർശിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ശമ്മാസ് ബിൻ ഖൈസ്, ഖാബിബ് ബിൻ ശമ്മാസ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെതിരിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമായിരുന്നു യമാമയിൽ നടന്നത്. ആ യുദ്ധത്തിൽ ഖാബിബ് ബിൻ ഖൈസ് ബിൻ ശമ്മാസും ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന സാലിമും ഒരുമിച്ച് ശത്രുക്കൾക്കെതിരിൽ പോരാടി. രണ്ടുപേരെയും ശഹീദാക്കപ്പെട്ടു. ഖാബിബ് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് കടക്കുന്ന വേളയിൽ ഒരു മുസ്ലിമായ സഹോദരൻ തന്നെ നല്ല പടത്തൊപ്പി എന്ന് കണ്ടപ്പോൾ ആ പടത്തൊപ്പി എടുത്തുകൊണ്ടുപോയി.
പിറ്റേ ദിവസം രാത്രി മുസ്ലിം സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് സ്വപ്നത്തിൽ ആ മുസ്ലിമായ സഹോദരനോട് പറയുകയുണ്ടായി, എന്റെ അമൂല്യമായ പണത്തൊപ്പി ഇന്ന മുസ്ലിം സഹോദരൻ മോഷ്ടിച്ചിരിക്കുകയാണ്, അയാളുടെ വീട് ഇന്ന സ്ഥലത്താണ്. ഇത് കേവലം ഒരു പേക്കിനമായി നിങ്ങൾ മനസ്സിലാക്കരുത്, ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, നിങ്ങൾ മദീനയിൽ മടങ്ങിയെത്തിയാൽ ഖലീഫത്തുൽ മുസ്ലിമീൻ അബൂബക്കർ സിദ്ദീഖിനോട് എന്നെ കടം വീടാൻ ആവശ്യപ്പെടണം, എനിക്കൊരു അടിമയുണ്ട്, ആ അടിമയെ മോചിപ്പിക്കാനും പറയുന്നു. എഴുന്നേറ്റ് പോയി നേരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നം കണ്ടയാൾ പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് എന്ന് പറയുന്നയാളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു, അദ്ദേഹത്തിന്റെ പണത്തൊപ്പി ഇന്നയാള് മോഷ്ടിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വീട്ടിലേക്ക് ആളയച്ചു. അവിടെ നിന്ന് ആ പണത്തൊപ്പി കണ്ടെത്തി. മദീനയിൽ മടങ്ങിപ്പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കടം കിട്ടാറുണ്ട്, ആ പൈസയെല്ലാം കടമായി കൊടുത്തുപോയി. ഒരടിമയുണ്ടായിരുന്നു, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് പറഞ്ഞതുപോലെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇങ്ങനെ മൂന്നാമതായി ഖബറിന്റെ ജീവിതത്തെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അൽ ഇയാനു വസ്സുഹൂദ്, നേരിട്ട് കണ്ടുകൊണ്ടുള്ള സംഭവങ്ങളുണ്ട്. ഖബറിന്റെ ശിക്ഷ, നേരിട്ട് ഖബറിന്റെ ശിക്ഷ കേട്ട സംഭവങ്ങളുണ്ട്. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറയുകയാണ്, സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മരിക്കുന്ന വേളയിൽ ആ ജനാസയെ ഖബറിൽ വെക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ ജനാസയെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഒരുപ്പെടുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കേട്ട ശബ്ദമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ദഫൻ ചെയ്ത മണ്ണെടുത്ത് മണത്ത് നോക്കിയപ്പോൾ അതിൽ കസ്തൂരിയുടെ പരിമളം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നബിയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം വിവരിക്കുകയാണ്. ഒരു മനുഷ്യനാണ് എങ്കിൽ ഒരു ഖബറിന്റെ അടുക്കൽ കൂടാരമടിച്ച് രാത്രി ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ അറിഞ്ഞില്ല ഇതിന്റെ അടുക്കൽ ശ്മശാനിയുണ്ട് എന്ന്. ആ മനുഷ്യൻ രാത്രിയായപ്പോൾ ശ്മശാനിയുടെ ഉള്ളിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് കേട്ടു. നേരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദറത്തിലെത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നയാൾ അവിടെ അടക്കപ്പെട്ടിരിക്കുന്നത്. ഹിയൽ ആഖിബത്തു ഹിയൽ മുൻജിയത്തു. സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഉപാധിയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ ഒരു ശ്മശാനിയുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിലാണെങ്കിൽ തീനാളം കൊണ്ടുള്ള ചങ്ങല ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ചങ്ങല ഭൂമിയിലൂടെ ഇഴയുകയാണ്. ആ മനുഷ്യനാണെങ്കിൽ യാ അബ്ദുല്ലാഹ് ഇല്ലാഹ് അലയ്യ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, എന്റെ മേൽ നിങ്ങൾ വെള്ളം കുടയും, ഞാൻ വലിയ ചൂടിലാവുള്ളത്. ോട് മറ്റൊരാൾ പറഞ്ഞു, ഒരിക്കലും വെള്ളം കുടയരുത്. ഇത് പറയുന്ന താമസം ചങ്ങല അയാളെ ഖബറിന്റെ ഉള്ളിലേക്ക് വലിച്ചു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അത് കുഫാറുകളെ അടക്കം ചെയ്യപ്പെട്ടിരുന്ന ശ്മശാനിയായിരുന്നു. കുഫാറുകളെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് തലീബ് വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ബദറിൽ മരിച്ചുപോയ മുശ്രിക്കീങ്ങളെ ബദറിന്റെ അടുക്കലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയ ഒഴിച്ചുകൂട്ടി. ഒരു സഹാബി ഒരു ദിവസം അതിലൂടെ നടന്നു വരുമ്പോഴേ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പൊന്തി വരികയാണ്. മറ്റൊരു മനുഷ്യൻ രണ്ടുകൊണ്ടടിക്കുകയാണ്. ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. വീണ്ടും പൊങ്ങി വരുന്നു, വീണ്ടും രണ്ടുകൊണ്ടടിക്കുന്നു.
ഈ സംഭവം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അബൂജഹലിന്റെ ബർസഖിയായ ജീവിതമാണ്, ഖബറിന്റെ ജീവിതമാണ്. ഖിയാമത്ത് നാൾ വരെയും ഈ നിലയിൽ അവനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടും. ഇങ്ങനെ ഖബറിന്റെ ശിക്ഷയെ അയാൾ നേരിട്ട് കണ്ട്, അതുപോലെ ആ ഖബറിന്റെ ശിക്ഷയും ഖബറിന്റെ പുണ്യങ്ങളും കേട്ടുകൊണ്ട് റിവായത്ത് ചെയ്ത സംഭവങ്ങൾ. അഹ്മദ് ബിൻ മഹ്മൂദ് എന്നവര് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരുടെ അടുക്കലിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, അദ്ദേഹത്തിനെ അടക്കാൻ വേണ്ടി നമ്മൾ ഖബർ കുഴിച്ചപ്പോ ആ ഖബറിൽ പാമ്പ് കാണുകയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അടുത്ത സ്ഥലത്ത് നിങ്ങൾ ഖബർ കുഴിക്കും. സഹാബിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഖബർ കുഴിച്ചു. അവിടെ പോയി നോക്കിയപ്പോ അവിടെയും പാമ്പ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, വേറൊരു ഭാഗത്ത് ഖബർ കുഴിക്കാം. മൂന്നാമത്തെ ഭാഗത്ത് പോയി അവിടെയും പാമ്പ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഭൂമിയുടെ എവിടെ കുഴിച്ചാലും അവിടെയൊക്കെ ഇയാൾക്ക് ഈ ശിക്ഷ ഉണ്ടാവും. കാരണം ഇയാൾ ഗനീമത്ത് സ്വത്ത് മോഷ്ടിച്ചയാളാണ്, യുദ്ധാർത്ഥിയുടെ സ്വത്തിനെ മോഷ്ടിച്ചയാളാണ്. മുസ്ലിമീങ്ങളുടെ പൊതുവായ സ്വത്തിനെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ദുനിയാവിൽ തന്നെ അവരുടെ ശിക്ഷ കാണിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഖബറിന്റെ ശിക്ഷ അൽ-ഇയാൻ വശുഹൂദ് നേരിട്ട് കണ്ടുമുട്ടി. ഇങ്ങനെ ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരാൻ വേണ്ടി ഒന്ന് ശർഈയായ രൂപത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും രൂപത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ്. രണ്ട് സ്വപ്നങ്ങളിലൂടെ യാഥാർത്ഥ്യം അല്ലാഹു അറിയിച്ചു തന്നിരിക്കുകയാണ്. മൂന്നാമതായി നേരിട്ട് കണ്ടും കേട്ടും കൊണ്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ ഖബറിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ജീവിതവുമായി നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഖബറിന്റെ ജീവിതം അനുഭവിക്കുന്നത് മനുഷ്യന്റെ റൂഹാണ്, ആത്മാവാണ്. അതെങ്ങനെയാ അനുഭവിക്കുന്നത്? ഖബർ നോക്കത്താ ദൂരത്തിൽ വിശാലമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൂന്തറ പുത്തമ്പള്ളിയിൽ എത്ര ഖബർ വേണ്ടി വരും? കാരണം ഒരു ഖബർ നോക്കത്താ ദൂരത്തിൽ വിശാലമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഖബറും പൊളിഞ്ഞു. ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റും. യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അഖീദയുടെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിലെ ജീവിതം സ്വപ്നം പോലെയാണ്. നമ്മുടെ സ്വപ്നം കാണാറുണ്ട്. ഒരു മണിക്കൂറത്തെ ഉറക്കത്തിൽ നമ്മൾ കാണുന്നത് ചിലപ്പോൾ 100 വർഷം നടന്ന സംഭവമായിരിക്കും. ചിലപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും. ഏതെങ്കിലും കൊട്ടാരത്തിൽ വലിയ രാജാവായി വിരാജിക്കുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് അനുഭവിക്കാം. 100 വർഷത്തിന്റെ ജീവിതം. ചിലപ്പോ എന്തെങ്കിലും കെടുതികളായിരിക്കും നമ്മുടെ സ്വപ്നത്തിൽ ദർശിക്കുന്നത്, പാമ്പ് കടിക്കുന്നത്, തീയിൽ വീണു പോകുന്നത്. അതെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്. ഇതുപോലെയാണ് ഖബറിന്റെ ജീവിതത്തിൽ റൂഹാണ് എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം ഭൂമിയുടെ ഉള്ളിൽ വേണമെന്നില്ല. ആ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞാലും ആത്മാവുണ്ട്. ആത്മാവ് നന്മയാണെങ്കിൽ നന്മയുടെ പുണ്യങ്ങളും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നുണ്ടാകും. ഇനി തിന്മ പ്രവർത്തിച്ച ആത്മാവാണെങ്കിൽ അതിന്റെ കെടുതി അനുഭവിക്കുന്നുണ്ടാവും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ആത്മാവുകളെ എടുത്തു കളയുകയാണ്. ഹീന മൗതിഹാ, അവൻ മരിക്കുന്ന വേളയിൽ, വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അവൻ മരിക്കാതെ ഉറങ്ങുന്ന വേളയിലും അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ എടുക്കുകയാണ്. ആ ആത്മാവാണ് പ്രത്യേകമായ ലോകത്ത് പല കാര്യങ്ങൾ അനുഭവിക്കുകയും പല കാര്യങ്ങൾ ദുഷിക്കുകയും ചെയ്യുന്നത്. ഭൗതിക ലോകത്ത് തന്നെ സ്വപ്നം നമ്മളെല്ലാവരും കാണുന്ന ഒരു യാഥാർത്ഥ്യം. ഇതൊരു റൂഹിയായ കൈഫിയത്ത്, അനുഭൂതിയും അനുഭവമാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആന ഓട്ടാൻ വരുന്നപ്പോ ഭൂമിയിൽ വന്ന് വീഴുന്നുണ്ടാവും, കാണുന്നതാണ്.
ഇതുപോലെയാണ് ഖബറിലെ ജീവിതം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് നമ്മുടെ ശരീരങ്ങളൊക്കെ ഖബറിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ നിന്നാണ് പുനർജീവിപ്പിക്കപ്പെടുന്നത്. وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ وَنُفِخَ فِي الصُّورِ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ അന്ത്യം സംഭവിക്കും. ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷിപർവാദികളും ജന്തുക്കളും ഭൂമിയും തകർന്ന് തരിപ്പണമാകും. എല്ലാ മനുഷ്യരും മഹ്ശറിലേക്ക് ഹാജരാകുന്ന ദിവസം സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലുന്നവരായിരിക്കും മഹ്ശറിൽ എല്ലാവരും. അതുകൊണ്ട് ബർസഖിയായ ജീവിതം, മരണത്തിന് ശേഷം പാരത്രിക ലോകം വരെയുള്ള ഇടവേള, അതിന്റെ പേരാണ് ബർസഖ്. പുനർജീവിതം വരെയും ബർസഖിയായ ഒരു ജീവിതം എല്ലാ മനുഷ്യരും അനുഭവിച്ചേ തീരുകയുള്ളൂ. അവിടെ മുൻകറുണ്ട്, നക്കീറുണ്ട്, അലൈഹിമാ അസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ ഉഖീദൽ മുഅ്മിനു ഫീ ഖബരിഹി, ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ ശരിയായ ഈമാൻ കാത്തു സൂക്ഷിച്ചു, ജീവിതത്തിൽ അമൽ സ്വാലിഹാത്ത് കാത്തു സൂക്ഷിച്ചു, അവനെ ഖബറിലേക്ക് വെക്കപ്പെടുന്ന അവസ്ഥ നബിതങ്ങൾ പറയാം. മലക്കുകൾ അവന്റെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. ആ സമയത്ത് തന്നെ അവൻ ഉച്ചസ്ഥലത്തിൽ വിളിച്ചു പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിനെക്കുറിച്ച് ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഹൃദയത്തിൽ ശരിയായി സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും കെട്ടുറപ്പുള്ള വചനം കൊണ്ട് അല്ലാഹു സ്ഥാപിക്കുന്നതാണ്. കെട്ടുറപ്പുള്ള വചനം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ ജീവിതം മുഹമ്മദുർ റസൂൽ എങ്കിൽ ഖബറിൽ നമുക്ക് ആനന്ദമായിരിക്കും, പാരത്രിക ജീവിതം വിജയമായിരിക്കും. അല്ലാഹു ശരിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.